നമ്മളുടെ പിങ്ക് കളർ പാലട പായസം സദ്യക്ക് വേണ്ടി റെഡിയാണ്. ഇന്ന് നമ്മളുടെ തിരുവോണം സീരീസിനകത്ത് അവസാനത്തെ റെസിപ്പിയാണ്. ഏകദേശം 19 റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്, പായസം ഉൾപ്പെടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. ഇതിനകത്ത് നമ്മൾ കാരമലോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ഒന്നും ചേർക്കാതാണ് പായസം ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ അട വേവിക്കാൻ വേണ്ടി ഞാൻ മട്ട അടയാണ് എടുത്തേക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം അടയിട്ട് കൊടുക്കുക. അതിനകത്ത് അടയിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ വിട്ടാൽ മതി. നമ്മുടെ അട ഡബിൾ ദ സൈസ് ആവും. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. പിന്നെ നമ്മളുടെ പാലൊക്കെ കുറുകിയതിന് ശേഷം നമുക്ക് അതിനകത്തിടാം. പാലട പായസത്തിന് വേണ്ടി ഒരു 80 ഗ്രാം മട്ട അട എടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ വെള്ളം പിന്നെ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ആദ്യം വെള്ളം ഒഴിച്ച് ഒന്ന് വെള്ളം തിളപ്പിക്കണം. നമ്മുടെ 1.5 ലിറ്റർ വെള്ളം ഇതിനകത്ത് ഒന്ന് ഒഴിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ 1.5 ലിറ്റർ വെള്ളം 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ തിളച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ഫയറിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ശരിക്കും ഇതിൻ്റെ പകുതിയായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുത്തിട്ട് അതിനുശേഷം നമുക്ക് പഞ്ചസാരയും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയൊക്കെ ഇടാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫയർ കുറയ്ക്കുവാണ്. കുറച്ചിട്ട് പതിയെ ഒന്ന് ഇത് പകുതിയായിട്ട് നമുക്ക് റെഡ്യൂസാക്കി എടുക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മളുടെ പാല് പകുതിയായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു 200 ഗ്രാം പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഒരു 180 ഗ്രാമിൽ നിന്ന് 200 ഗ്രാം പഞ്ചസാര മതിയായിരിക്കും. അതിന് കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്വീറ്റ്നെസ് കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ കാരമലോ ഒന്നും ചേർക്കുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുവാണ്. ഇത് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സ്റ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും നെയ്യിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നമ്മുടെ പാല് തിക്കാവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ട അട ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 80 ഗ്രാമാണ് അട എടുത്തത്. 80 ഗ്രാം അട എടുത്തതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഇത്രയും കിട്ടിയേക്കുന്നത്. ഇത് ഒന്നും കൂടി നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇത് ഒന്നും കൂടി കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ കാഷ്നട്ടും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തിടാം. അപ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞു നമ്മളുടെ പായസം പ്രോസസ്സ് തുടങ്ങിയിട്ട്. പിന്നെ ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മളുടെ പായസം ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നമ്മളുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മളുടെ കാഷ്നട്ടും കിസ്മിസും ഒന്ന് നെയ്ക്കകത്ത് വറുത്തിടാം. നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിനകത്ത് 1 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് കാഷ്നട്ട് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കിസ്മിസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നമ്മളുടെ കിസ്മിസ് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് ശകലം ഏലക്കട പൊടി ഫ്ലേവറിന് വേണ്ടി. നമ്മളുടെ പിങ്ക് കളർ പാലട പായസം സദ്യക്ക് വേണ്ടി റെഡിയാണ്. ഒരു കാര്യം കൂടി പറയാറുണ്ട്, എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ.